കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞേ ഉള്ളൂ അല്ലേ, ചൂടിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓരോ വാർത്തകളെക്കുറിച്ചും അല്ലേ. അപ്പോൾ അത് പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞില്ല, അതിന് മുൻപ് തന്നെ നമുക്ക് അത്രയും നമ്മളതിനൊക്കെ വിഷമത്തിലാക്കുന്ന രീതിയിലൊരു നാടിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയെ മൊത്തത്തിൽ നമ്മളൊക്കെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളൊരു 3:30-ക്ക് ശേഷം ചെറിയ ഒരു ഇടിവെട്ട് പോലത്തെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, എവിടെയോ ഇടി വെട്ടുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, എല്ലായിടത്തും മഴ പെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ അറിഞ്ഞില്ല. അതിന് ശേഷം ഞാൻ ഒരു 5 മണിയോട് കൂടിയിട്ടാണ് അറിഞ്ഞത് കേട്ടോ. ഇങ്ങനെ മുണ്ടത്തിക്കോട് എന്ന സ്ഥലത്ത്, അതായത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് എന്ന സ്ഥലത്ത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിളാണ് വ്യാഴാഴ്ച. അതുപോലെ തൃശ്ശൂർ പൂരത്തിനൊക്കെ വേണ്ടി തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വെടിക്കെട്ടിന് വേണ്ട സാമഗ്രികൾ ഉണ്ടാക്കുന്ന അവിടേക്ക് വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ചു എന്നും അതുപോലെ 10-40 പേരുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് വാർത്തകൾ കേട്ടപ്പോൾ മാനസികമായിട്ട് നമുക്ക് അത്രയും ഷോക്ക് നൽകുന്ന രീതിയിലായിരുന്നു. കാരണം ഓരോ വ്യക്തികളുടെയും ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തെറിച്ച് വീണു, ചാക്കിലാക്കിയിട്ടാണ് പറക്കി കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓരോരുത്തരും ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയെന്നുള്ളത് ആൾക്കാരെ തിരിച്ചറിയാത്ത രൂപത്തിലും, അതുപോലെ നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെല്ലുന്ന സമയത്ത് ആംബുലൻസിൽ നിന്ന് ഇറക്കുമ്പോൾ തികച്ചും കറുത്ത രൂപത്തിൽ, അതായത് കരിപുരണ്ട ആ മുഖം പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഓരോരുത്തരും ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ, അതുപോലെ ഇന്ന് പത്രങ്ങളിൽ വാർത്ത കണ്ടപ്പോഴും ഒക്കെ ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു രീതി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നിർത്തേണ്ട കാലമായി എന്ന് തോന്നും. പക്ഷേ എൻ്റെ ഇഷ്ടമല്ലല്ലോ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അല്ലേ. അപ്പോൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് പ്രേമികളായിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട്. നമ്മൾ എന്താ പറയുക, ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിലും നമ്മൾ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ അല്ലേ, ഈ സമയത്ത് പൂരത്തിൻ്റെ സമയത്ത് നാട്ടിലേക്ക് വരിക. അതുപോലെ ആനപ്രേമികളായ ആൾക്കാർ. അപ്പോൾ തികച്ചും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്പൂരം അതുപോലെ തന്നെ വെടിക്കെട്ട് നടക്കുന്ന പൂരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തലാക്കേണ്ട സമയമായി എന്നുള്ള തോന്നുന്നത്. കാരണം ചൂട് സഹിക്കാൻ പറ്റാതെ എത്ര ആനകളായി ഇടഞ്ഞിട്ട് പാപ്പാന്മാരെ കൊന്നതും അങ്ങനെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ പൂരത്തിനൊക്കെ ആന ഇടഞ്ഞു ഓടിയിട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതൊരു പേടി തന്നെയാണ്. ആനകളെ പൂരത്തുനിന്ന് ഒഴിവാക്കണം എന്നൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം നമ്മളെല്ലാവരും കൂടിയിരിക്കുമ്പോൾ പറയുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഈ വെടിക്കെട്ടിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും കേട്ടത് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരങ്ങളിൽ പൂരം, തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയും, ശരിയാണ്. ആനപ്പൂരത്തിൻ്റെ നമ്മുടെ കുടമാറ്റം, അതുപോലെ തന്നെ ആനകൾ നിരന്ന് നിൽക്കുമ്പോൾ കാണാനുള്ള ഒരു ഭംഗി, ആനച്ചന്തം അല്ലേ, അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷെ അതൊക്കെ ഈ രീതിയിലൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് പേടിയായി പോവുകയാണ്. അതുപോലെ തന്നെ വെടിക്കെട്ടിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും അല്ലേ, വെടിക്കെട്ട് കാണാനായിട്ട് പോയിട്ട് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ നെന്മാറ വല്ലങ്കി, അതുപോലെ എന്തൊക്കെ പേര് കേട്ടതാണ് നമ്മൾ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ വെടിക്കെട്ട്. അപ്പോൾ അങ്ങനെ കാവശ്ശേരി പൂരത്തിൻ്റെ വെടിക്കെട്ട്, ഇതൊക്കെ പേര് കേട്ട വെടിക്കെട്ടിന് അനുമതി ലഭിച്ചത് കൊണ്ട് അവരെല്ലാവരും വെടിക്കെട്ട് നടത്തുകയും അത് പരമാവധി അവരെല്ലാം എന്താ പറയുക, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ടാണോ എന്താണ് സംഭവിച്ചത് ഇപ്പോഴും നമുക്കറിയില്ല. ഈ വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ചത് പക്ഷേ വെയിലിൻ്റെ ചൂട് കൊണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. ശരിയാണ്, നമുക്ക് അത്രയും ചൂടാണ്. തൃശ്ശൂർ ജില്ലയിലൊന്നും ഇത്ര ചൂടൊന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും ചൂട് അനുഭവപ്പെടുന്നത് കേട്ടോ. പാലക്കാടൊക്കെ അനുഭവപ്പെടുന്ന ചൂടാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വെടിക്കെട്ടിന് നമ്മൾ ഉണക്കാനിട്ട തിരിയിലേക്ക് തീ പിടിച്ചതെന്നുള്ളതാണ് പറയുന്നത്. എന്തായിരുന്നാലും ജീവൻ നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ആ വേദന അനുഭവിക്കുന്നവരുടെയും വിഷമങ്ങളും അവരുടെ കുടുംബത്തിൻ്റെ വിഷമങ്ങളൊന്നും നമുക്ക് ഓരോരുത്തർക്കും അവരവർക്ക് വരുമ്പോഴേ അവരുടെ വിഷമങ്ങൾ അറിയുള്ളൂ അല്ലേ. അപ്പോൾ അതൊന്നും എത്ര ഇതിലായിരിക്കും അവർ ചിലപ്പോൾ ഈ വെടിക്കെട്ടിന് വേണ്ട സാമഗ്രികൾ ഒരുക്കുന്നവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഏതോ ഒരു പത്രങ്ങൾ അല്ലെങ്കിൽ ഏതൊരു മീഡിയ അവർക്ക് സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, പേടിയില്ലേന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പേടിയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ തൊഴിൽ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ
എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിർത്തേണ്ട കാലങ്ങളായി തുടങ്ങി ഇതൊക്കെ എന്നുള്ളതാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ രൂപം കെട്ടിയിട്ടുള്ള ഉത്സവങ്ങൾക്ക് വരില്ലേ, അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ രൂപങ്ങൾ, അതുപോലെ കാള, കുതിര അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ പൂരങ്ങൾ ആഘോഷിക്കുക, നമ്മൾ ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പേടിക്കാതെ നിൽക്കാമല്ലോ അല്ലേ. ബാക്കി വരുന്ന അപകടങ്ങൾ വരാൻ വെച്ചത് വഴി തങ്ങില്ല, പക്ഷേ എന്നാലും ഇങ്ങനത്തെ പേടികൾ വേണ്ട. ആന ഇടഞ്ഞോടുന്നതും വെടിക്കെട്ടിൻ്റെ പേടിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മുടെ പൂരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് അതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. നമ്മൾ വേനൽക്കാലം വരുമ്പോഴാണ് നമ്മുടെ ഈ ഉത്സവങ്ങളൊക്കെ. അപ്പോൾ ഈ ഉത്സവങ്ങൾ ഇനി ഈ രൂപത്തിലേക്ക് മാറ്റിയായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വെടിക്കെട്ടിനെയും പേടിക്കണ്ട, അതുപോലെ ആനയും പേടിക്കണ്ട അല്ലേ. പക്ഷേ വെടിക്കെട്ട് പ്രേമികൾക്കും ആനപ്രേമികൾക്കും ഞാൻ അത് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല അല്ലേ. പക്ഷേ അതല്ല, എന്തൊക്കെ ദുരന്തങ്ങളും നമ്മൾ കാണുന്നത്. വെടിക്കെട്ട് അപകടം ആദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത്, ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ കുണ്ടന്നൂർ സുന്ദരൻ എന്ന് പറയുന്ന ആൾ, അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അതുപോലെ പഴയന്നൂർ വെന്നൂർ പറഞ്ഞ സ്ഥലത്ത്, നമ്മുടെ ഈ അത്താണിയിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പാലം ത്രാങ്ങാലി, അത് ഞങ്ങൾ എറണാകുളത്താവുന്ന സമയത്താണ്, എന്നാലും അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് വെടിക്കെട്ട് അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കുടുംബങ്ങളിലെ നഷ്ടങ്ങൾ, അതുപോലെ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അപ്പോൾ അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജീവിക്കാൻ അവർ വെടിക്കെട്ടിൻ്റെ സാമഗ്രികൾ നിർമ്മിച്ചിട്ടാണെങ്കിലും വേറെ ഏതെങ്കിലും തൊഴിലിൽ ഏർപ്പെട്ടാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ആവണേക്കാൾ ഭേദമല്ലേ എന്ന് തോന്നിപ്പോവുകയാണ് അല്ലേ. അതുപോലെ തന്നെ അതിന് ശേഷം ഞാൻ ഇപ്പോൾ കേട്ടു 2.5 വയസ്സായ ഒരു കുട്ടിക്ക് വീണ്ടും പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അതും ഒരു വിഷമമായി. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഷോക്കിംഗ് ന്യൂസുകളാണ്, ഇങ്ങനെ നമുക്ക് മനസ്സിനെ തകർക്കുന്ന രീതിയിലുള്ള ന്യൂസുകളാണ് വരുന്നത് അല്ലേ. അപ്പോൾ കുളിമുറിയിൽ കയറിയപ്പോഴാണ് ഉണ്ടായത്, ഞാൻ മുഴുവനായിട്ട് വാർത്ത കേട്ടില്ല, പക്ഷെ അങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അതും മറ്റേ 2 ദിവസം മുന്നേ സംഭവിച്ചു, 2 കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ് ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ ഇനത്തിൽപ്പെട്ട പാമ്പ് തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ചൂടുകാലം ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മണ്ണും വിണ്ണും എല്ലാം മാറി. അപ്പോൾ നമ്മുടെ മനുഷ്യനും മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങൾക്കും എല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ വരുമ്പോൾ നമ്മളത് അറിയാതെ നമ്മൾ ചിന്തിച്ച് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് പങ്കുവച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.